ഗ്രീൻലാൻഡിനെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിൽ ഡെൻമാർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നില്ല എന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് വെള്ളിയാഴ്ച ആരോപിച്ചു. ഇതിൻ്റെ സംരക്ഷണം US ഏറ്റെടുക്കുകയാണെങ്കിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കും. 2019 ട്രംപിൻ്റെ ആദ്യ ടൈമിൽ ഡെൻമാർക്കിൻ്റെ അർദ്ധ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് വാങ്ങാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ട്രംപിൻ്റെ ആവശ്യം വന്ന് ഡെൻമാർക്ക് തള്ളിയിരുന്നു. ഗ്രീൻലാൻഡിൻ്റെ പരമാധികാരത്തെ തളർത്തുന്ന തരത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ യുഎസുമായുള്ള പങ്കാളിത്തം പ്രദേശത്തിന് ഗുണകരമായ ഒന്നായി മാറും എന്നുമാണ് വാൻസിൻ്റെ വാദം. എന്നാൽ ട്രംപിൻ്റെ ഉദ്ദേശവും JD വാൻസിൻ്റെ വാദങ്ങളും തള്ളിക്കളയുകയാണ് ഡെൻമാർക്ക്. ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് ലഭിക്കുമെന്ന് പ്രസിഡന്റ് ട്രംപ് പറയുന്നു. ഞാൻ വ്യക്തമായി പറയട്ടെ, അമേരിക്കയ്ക്ക് അത് ലഭിക്കില്ല. ഞങ്ങൾ മറ്റാരുടെയും സ്വന്തമല്ല. ഞങ്ങളുടെ ഭാവി ഞങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. പ്രധാനമന്ത്രി ജെയിംസ് ഫെഡറിക് നിൽസ് തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റാണിത്. ഗ്രീൻലാൻഡിൻ്റെ അവകാശം ഏറ്റെടുക്കാൻ അമേരിക്ക തയ്യാറാകുന്നുവെന്നാണ് വാൻസിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യ ടൈമിൽ ശ്രമങ്ങൾ നടത്തിയെങ്കിലും രണ്ടാം തവണ അധികാരത്തിൽ നടപ്പാക്കാനാണ് തയ്യാറെടുക്കുന്നത്. ഇതിനു മുന്നോടിയായാണ് വാൻസിൻ്റെ സന്ദർശനമെന്നും നിരീക്ഷണങ്ങളുണ്ട്. അമേരിക്കയുടെ നാറ്റോ സഖ്യകക്ഷിയായ ഡെൻമാർക്കിൻ്റെ സ്വയംഭരണ പ്രദേശമായതും ദേശീയ സുരക്ഷാ ആവശ്യങ്ങൾക്ക് പ്രധാനം അർഹിക്കുന്നതും കൊണ്ടുമാണ് ട്രംപ് ഈ പ്രദേശം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ഗ്രീൻലാൻഡിലെ പ്രതിരോധാടിസ്ഥാന സൗകര്യങ്ങളിൽ പ്രത്യേകിച്ച് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഭീഷണികളെ വേണ്ടത്ര രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയുന്നില്ലെന്നും വാൻസ് പ്രതികരിച്ചു. 1951 കരാറിൻ്റെ നിബന്ധനകൾ പ്രകാരം ഗ്രീൻലാൻഡിൻ്റെയും കോപ്പൻഹേഗൻ്റെയും അനുവാദമുള്ളിടത്തോളം യുഎസിന് എപ്പോൾ വേണമെങ്കിലും അവരുടെ കേന്ദ്രങ്ങളിൽ സന്ദർശിക്കാൻ അവകാശമുണ്ട്. ധാതുക്കളും എണ്ണപ്പാടവും പ്രകൃതിവാദ സമ്പത്ത് അധികമായി ഉള്ളതും യുഎസിൻ്റെ നോട്ടം ഇവിടേക്ക് എത്തിക്കാനുള്ള പ്രധാന കാരണങ്ങളാണ്. ഖനന മേഖലയിലെ US നിക്ഷേപം വളരെ പരിമിതമായതും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തു പകരുന്ന അപൂർവ ഭൂമി ധാതുക്കളുടെ സമൃദ്ധ ശേഖരവും ഗ്രീൻലാൻഡിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ഇത് ലക്ഷ്യം വെച്ചാണ് ട്രംപ് ഭരണകൂടം ഗ്രീൻലാൻഡിൻ്റെ അധികാരം തങ്ങൾക്ക് വേണമെന്ന് പറയുന്നത്. രണ്ടാം ലോക മഹായുദ്ധം മുതൽ ഗ്രീൻലാൻഡിൽ USന് സൈനിക സാന്നിധ്യമുണ്ട്, പ്രധാനമായും തുലെ എയർബേസ് വഴി. അമേരിക്കൻ മിസൈൽ പ്രതിരോധം, ആർട്ടിക് നിരീക്ഷണം, ബഹിരാകാശ നിരീക്ഷണം എന്നിവയ്ക്ക് ഈ താവളം അത്യാവശ്യമാണ്. സമീപ വർഷങ്ങളിൽ ആർട്ടിക് ജിയോപൊളിറ്റിക്സ് കൂടുതൽ മത്സരാധിഷ്ഠിതമായി മാറിയതിനാൽ മേഖലയിലെ റഷ്യൻ ചൈനീസ് സ്വാധീനത്തെ ചെറുക്കുന്നതിന് ഗ്രീൻലാൻഡിന് നിർണായകമായതുകൊണ്ട് തന്നെ US അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഡെൻമാർക്കും USും ശക്തമായൊരു നാറ്റോ സഖ്യം പങ്കിടുന്നുണ്ടെങ്കിലും ഗ്രീൻലാൻഡിനോടുള്ള അവരുടെ സമീപനം ചിലപ്പോൾ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നായി മാറും.